പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയ്ക്ക് ഭരണപക്ഷത്തിൻ്റെ പാളിച്ചകളെയും ഭരണപക്ഷത്തിൻ്റെ നയങ്ങളെയും ഇത്രയും വെഹിമൻ്റായിട്ട് വിമർശിച്ച് മുന്നോട്ട് പോയി ജനങ്ങളുടെ ഇടയിൽ അത് എത്തിച്ചു. വേറെ ആരുടെയെങ്കിലുമൊക്കെ പേര് കേൾക്കുന്നുണ്ടെങ്കിൽ അവരിലൂടെ അതൊക്കെ സാധിക്കാം എന്നുള്ളത് BJPക്കും ഉണ്ട്, CPM-നുണ്ട്, LDF-നുണ്ട്, NDA-ക്കുമുണ്ട്. സതീശൻ മൈനസ് വേറെ ആരെങ്കിലും വന്നാൽ ഞങ്ങൾക്കെല്ലാം സാധിക്കും. VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സ്വയം പഠിക്കുന്നതാണ്. KC ഗോബാക്ക് എന്ന് പറയുന്നതിന് കാരണം KC ഗോബാക്ക് ആയാൽ KC കുറച്ചുകൂടി നന്മയുണ്ടാകും, കുറച്ചുകൂടെ ബഹുമാനം കിട്ടും. ഞാനൊരു 30 വർഷത്തിന് ശേഷമേ ഈ RSS സംഘപരിവാർ സംഘടനകൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രബല ശക്തിയാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോഴത്തെ പോക്ക് പോയാൽ അത് 15 വർഷത്തിൽ അവർ സാധ്യമാക്കും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. VD സതീശനോ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ആരായിരിക്കും കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്? കഷ്ടപ്പെട്ട് യുദ്ധം ജയിച്ച മികച്ച രീതിയിൽ നേതൃത്വം നൽകിയ VD സതീശന് അവസരം നഷ്ടപ്പെടുമോ? അതിൻ്റെ സൂചനകൾ ഡൽഹിയിൽ നിന്നും വരുന്നു എന്നാണ് ചിലരൊക്കെ പറയുന്നത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായേക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്, UDF-നെ കാത്തിരിക്കുന്നത് വലിയ പ്രക്ഷോഭങ്ങളുടെ ദിവസമായിരിക്കും. പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും ഇപ്പോഴത്തെ നേതൃത്വം എന്നാണ് പൊതുജനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ പ്രകടനങ്ങൾ പല സ്ഥലത്തായി പ്രതിഷേധം പുറപ്പെടുവിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. പരിശോധിക്കാം നമുക്ക്. നിലവിൽ UDF ഒരു പ്രതിസന്ധിയെ നേരിടുകയാണോ? ഈ പ്രതിസന്ധിയെ അവർ എങ്ങനെ തരണം ചെയ്യും? നമ്മോടൊപ്പം ചേരുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ L. അജിത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ആര് മുഖ്യമന്ത്രിയാവണം? ഇത് മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു വൈബ് ഈ അന്തരീക്ഷത്തിൽ കേരള സമൂഹത്തിലുള്ളൊരു വൈബ് പ്രോ VDS ആണ്. VD സതീശന് വേണ്ടിയാണ്. അതിന് കാരണം കൂടെയുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഇപ്പം നമ്മളീ പറയുന്ന പൊതു വൈബ് എന്ന് പറയുന്നത് എൻറ്റയർ സമൂഹത്തിൻ്റെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സാമൂഹിക നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ ആണ് ഈ വിജയത്തിൽ എത്തിച്ചത്. അത് എങ്ങനെ അത് എത്തിച്ചു, എങ്ങനെ ആ നിലപാടുകൾ വ്യക്തമായി എന്ന് ചോദിച്ചാൽ തുടർഭരണം കിട്ടി അജയ്യനായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നയങ്ങൾക്കെതിരെ, രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയുള്ള വർഗീയ നയങ്ങൾക്കെതിരെയുള്ള നിലപാടുകളെ ശക്തിയുക്തം പ്രതിഷേധിച്ച ഒരാളാണ് VD സതീശൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഒരു ടെർമിനോളജി വന്നിട്ടുണ്ട്, ജെൻസി. ഈ ജെൻസിയും ജെൻസി എക്സും ഉണ്ട്. ചിലപ്പോൾ ലിയോയൊക്കെ ജെൻസി എക്സിൽ പെടുന്നതായിരിക്കും. ഞാൻ 60 കഴിഞ്ഞതുകൊണ്ടാണ് ഞാനതിൽ പെടുന്നത്. എനിക്കത് ഇഷ്ടമാണ് ജെൻസി എക്സിലെങ്കിലും പെടണമെന്ന്. പക്ഷേ ഈ ജെൻസിയും ജെൻസി എക്സും ഒക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി VD സതീശൻ്റെ കാഴ്ചപ്പാടുകൾ വരെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. വെറുതെ രാഷ്ട്രീയ എതിരാളികളോട് സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ടല്ല. കേരളം UDF അധികാരത്തിൽ വന്നാൽ എങ്ങനെയൊക്കെ കേരളത്തിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യും എന്നുള്ളത് വരെയുള്ള പ്ലാൻ വരെ അദ്ദേഹം ഉണ്ടാക്കി. അതിനുവേണ്ടി ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും യുവജനങ്ങളുടെ പ്രശ്നങ്ങളിലാണെങ്കിലും വയോജനങ്ങളുടെ പ്രശ്നങ്ങളിലാണെങ്കിലും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. സാമ്പത്തിക മേഖലയിൽ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഇതിനുവേണ്ടി അദ്ദേഹം സെമിനാറുകൾ നടത്തി. എക്സ്പേർട്ടുകൾ, ലോകവ്യാപകമായിട്ടുള്ള മലയാളികളിൽ കഴിവുള്ളവരെ വിളിച്ച് അവരുടെ സെമിനാറുകൾ നടത്തി അവരിൽ നിന്ന് അഭിപ്രായം ആരാഞ്ഞ് അവരിൽ നിന്നും എടുത്ത പ്രോജക്റ്റുകൾ പുള്ളിയുടെ കയ്യിലുണ്ട്. ഇത് കേരള ചരിത്രത്തിൽ ഈ കാലം അത്രയും അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഓഫ് കോഴ്സ് ഒരു കാര്യം വിസ്മരിച്ച് പറയുന്നതല്ല, ഇവിടെ EMSൻ്റെ കാലത്ത് 85-86 ഇവിടെ കേരള വികസന പഠന കോൺഗ്രസ് CPM നടത്തുന്നത്. അതിപ്പോൾ ഈ കഴിഞ്ഞ 8 മാസം മുമ്പ് നടന്നിരുന്നു. ഐസക്കാണെന്നും നേതൃത്വം കൊടുത്തത്, ഇപ്പോഴും നേതൃത്വം. അന്ന് ഐസക്കിൻ്റെ കൂടെ നിന്നിരുന്ന ഒരാളാണ് CP ജോൺ, പഴയ SFIക്കാരനാണ്. അപ്പോൾ അതൊരു വികസന പഠന കോൺഗ്രസ് എന്ന് പറയുന്നത് 119 രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ ഇദ്ദേഹം VD സതീശൻ ചെയ്തതെന്ന് പറയുന്ന ലോകത്തെങ്ങുമുള്ള എല്ലായിടത്തും മലയാളികളുണ്ടല്ലോ, എല്ലായിടത്തുമുള്ള മലയാളികളായിട്ടുള്ള എക്സ്പേർട്ടുകളെയൊക്കെ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചും കേരള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചും അവരിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ച് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്നല്ല, അത് പരസ്യപ്പെടുത്തി പുള്ളി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇങ്ങനെയായിരിക്കും കേരളത്തെ ഞങ്ങൾ മുന്നോട്ടെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ പറഞ്ഞ യുവജനങ്ങൾക്കിടയിൽ
ജെൻസിയുടെ വലിയൊരു അക്സെപ്റ്റൻസ് കിട്ടിയത് ജെൻസിയുടെ ഇടയിൽ വല്ലാത്തൊരു അക്സെപ്റ്റൻസ് കിട്ടി. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ സഫർ ചെയ്യുന്ന ഒരു കൂട്ടറിൽ പ്രധാനികളാണ് ജെൻസി എക്സ് എന്ന് പറയുന്നത്. അവരുടെ മക്കളാണല്ലോ ഈ ജെൻസി ആയി വരുന്നത്. ജെൻസി എക്സിൻ്റെ മക്കളാണ് ജെൻസി ആയിട്ട് വരുന്നത്. ഇവരെല്ലാം കൂടെ തന്നെ ഒന്നിച്ച് നിൽക്കുകയാണ്. കേരളം അങ്ങനെ നന്നാകണം, രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ കേരളം നന്നാകണം. അതിന് ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന പ്രൊപ്പോസലുകളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും നല്ല കാര്യങ്ങളാണ് എന്ന അക്സെപ്റ്റൻസാണ് ഈ റിസൾട്ടിലേക്ക് വന്നിരിക്കുന്നത്. അതെ, അദ്ദേഹത്തിന് നല്ലൊരു വികസന കാഴ്ചപ്പാടുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഫൈറ്ററാണ്. അദ്ദേഹം സത്യസന്ധമായ കാര്യങ്ങൾക്കല്ലാതെ വഴങ്ങിക്കൊടുക്കില്ല, അനാവശ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല. ഇത് മറ്റ് വേറെ ആരുടെയെങ്കിലുമൊക്കെ പേര് കേൾക്കുന്നുണ്ടെങ്കിൽ അവരിലൂടെ അതൊക്കെ സാധിക്കാം എന്നുള്ളത് BJPക്കും ഉണ്ട്, CPM-നുണ്ട്, LDF-നുണ്ട്, NDAയ്ക്കും ഉണ്ട്. സതീശൻ മൈനസ് വേറെ ആരെങ്കിലും വന്നാൽ ഞങ്ങൾക്കെല്ലാം സാധിക്കും എന്നുള്ള ഒരു ഫീൽ അവർക്കെല്ലാം ഉണ്ട്. ആ ഒരു ഭയം അവർക്കുണ്ട്. സതീശനിൽ അത്തരം വിട്ടുവീഴ്ചകൾക്ക് നിന്നു കൊടുക്കില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഇത് പിന്നിൽ നിന്ന് ഇഗ്നൈറ്റ് ചെയ്യിക്കുന്നത്. അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ ശക്തമായി ചെറുക്കാൻ സാധിക്കുന്ന ആൾ തന്നെയാണോ ആക്ച്വലി അദ്ദേഹം അതാണ്. ശ്രീ VD സതീശൻ, കോവൂർ കുഞ്ഞുമോൻ, AM ആരിഫ്, പിന്നെ സാജു പോൾ, ഇങ്ങനെയുള്ള 5 പേർ ഒരേ സമയത്ത് സത്യപ്രതിജ്ഞ തന്നു. 25 വർഷമായി. ഇതിപ്പോൾ 26ാമത്തെ വർഷമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അന്ന് മുതലേ ഒരു യുവതയുടെ ഒരു കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്. പിന്നെ നല്ല വായനാശീലമുള്ളതാണ്. എന്ന് പറഞ്ഞിട്ട് വേറെ ആരും വായിക്കുന്നില്ല എന്നുള്ളതല്ല, ഈ വായിക്കുന്നതിനെ സ്വയം ഇത് ഏത് രീതിയിലാണ് നമുക്ക് സമൂഹത്തിന് ഉപകാരപ്രദമാകേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യനാണ്. അതെ, എനിക്കത് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അദ്ദേഹം പറയുന്ന കാര്യത്തിൽ തറോ നോളജ് ഉണ്ടാവും, അറിവുണ്ടാവും, പക്കയാണ്. കാരണം പറയുന്നത് വ്യക്തമാണ്, ഷാർപ്പായിരിക്കും. അല്ല അതാരെയും ഭയന്നിട്ടല്ല. അദ്ദേഹത്തിൻ്റെ ഈ ഇലക്ഷൻ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞില്ലേ, ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും മുഖ്യമന്ത്രിയെയും വർഗീയത പറഞ്ഞതിന് എതിരെ രൂക്ഷമായിട്ട് പ്രതിരോധിക്കുകയും ന്യൂനപക്ഷങ്ങളെ അങ്ങനെ പ്രീണനത്തിന്. ഒരു കാര്യത്തിൽ എനിക്ക് VD സതീശനോട് ഒരു മെസ്സേജ് എനിക്കുള്ളത് എന്ന് വെച്ചാൽ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആര് വർഗീയത പറഞ്ഞാലും അതിനെ എതിർക്കണം. എതിർക്കുമെന്ന് പറഞ്ഞത് മാത്രമല്ല, ഞാൻ ആ കാര്യത്തിൽ എനിക്ക് തോറ്റാലും പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത്. 4 വോട്ട് കിട്ടി തോറ്റാലും എനിക്ക് പ്രശ്നമില്ല. ലീഗിലെ ചില നേതാക്കൾ വർഗീയത പറഞ്ഞപ്പോൾ അദ്ദേഹം എതിർക്കേണ്ടതായിരുന്നു. അന്ന് അവരെ അറിയിച്ചു, പാണക്കാട് അവരെ അറിയിച്ചു. ആ KM ഷാജിയുടെ പ്രസംഗത്തിന് അവരെ അറിയിച്ചു. അവർക്ക് അയാൾക്ക് അഡ്മോണിഷനും കൊടുത്തു. അത് ശരി. അദ്ദേഹത്തിന് ഈ KM ഷാജിക്ക് ലീഗിൻ്റെ നേതൃത്വത്തിൽ അഡ്മോണിഷനും കിട്ടും, ശാസന കൊടുത്തു, അങ്ങനെ പറയരുതെന്ന്. ഇത് കേരള സമൂഹമാണ്, നിങ്ങളും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും തമ്മിൽ എന്ത് വ്യത്യാസമാണ്, ലീഗിൻ്റെ ഉള്ള സെക്യുലർ അക്സെപ്റ്റൻസ് നശിപ്പിക്കരുതെന്ന് പറഞ്ഞ് വാർണിംഗ് കൊടുത്തു. അതൊക്കെ വാർത്തയേതാണ്. കാരണം എനിക്ക് തോന്നുന്നത് ആ ഒരു വിഷയത്തിൽ ലീഗുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ലീഗിൻ്റെ പ്രസ്താവനകൾ, ലീഗിൻ്റെ നിലപാട് അത് കൃത്യമായി സ്മൂത്തായി കൊണ്ടുപോകാൻ സാധിക്കണം. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഒരു വലിയൊരു ചലഞ്ചായിരിക്കും. അത് തർക്കമില്ല. KM ഷാജിയുടെ ഈ പ്രസംഗം കേട്ട ആ നിമിഷം അദ്ദേഹം പ്രതികരിച്ചല്ലോ. അദ്ദേഹം അപ്പം തന്നെ അത് ഒരിക്കലും ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് അങ്ങനൊന്നും പറയാൻ പാടുള്ളതല്ല. പറയുകയും അത് ലീഗിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും പാണക്കാട് ശിഹാബ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരന് അദ്ദേഹം വളരെ പ്രോഗ്രസീവാണ്, കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു അങ്ങനെ വർഗീയതയൊന്നും പറയരുത് എന്ന് തന്നെ പറഞ്ഞ് അഡ്മോണിഷൻ കൊടുത്തു. കാരണം നമുക്ക് ഇപ്പോൾ അതാണ് എതിർ പാർട്ടിക്കാർ പറയുന്ന ഒരു കാര്യം തള്ളിക്കളയാൻ സാധിക്കാത്തത്, പഴയ ലീഗ് എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. പണ്ട് ഈ പല വിഷയങ്ങളുണ്ടായപ്പോഴും ലീഗിൻ്റെ നേതൃത്വം പരസ്യമായി എല്ലാവരോടും ആവശ്യപ്പെടും, ഒരു കാരണവശാലും പ്രകോപനപരമായ രീതിയിൽ മുസ്ലിങ്ങൾ പോകരുത്, എല്ലാവരും സംയമനം പാലിക്കണം, നമ്മൾ സഹോദരന്മാരാണ്, ആ രീതിയിൽ പോകണമെന്ന് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുമായിരുന്നു. പക്ഷേ അടുത്തിടെയായി ലീഗിൻ്റെ ഭാഗത്ത് ഞാൻ അതാണ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ആസ് ആൻ ഒബ്സർവർ, ആസ് എ ജേർണലിസ്റ്റ്, ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു മലയാളി എന്നുള്ള നിലയിൽ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഏതെങ്കിലും തരത്തിൽ വർഗീയപരമായിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ജമാഅത്തയുടെ ഒരു സ്വാധീനം, അല്ലെങ്കിൽ ജമാഅത്തയുടെ സ്വാധീനം ചില നേതാക്കളിലേക്കെങ്കിലും പോയി. അതാണ് ഞാൻ KM ഷാജിയുടെ കാര്യം പറഞ്ഞത്. വ്യക്തിപരമായിട്ട് അവിടെയാണ് ഇടപെടൽ നടത്തുന്നത്. അത് ഞാൻ പറയാം. വ്യക്തിപരമായിട്ട് ലിയോയുടെ ഒരു പൊളിറ്റിക്സ് മനസ്സിലുണ്ട്. ഒരു പാർട്ടിയോട്, ഒരു പ്രത്യേക പാർട്ടിയോട്, ഒരു ഐഡിയോളജിയോടുണ്ട്, താല്പര്യമുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ലിയോയുടെ ആ ഐഡിയോളജി അടിച്ചേൽപ്പിക്കാൻ ലിയോ ശ്രമിക്കില്ല. സെക്കുലർ കേരളത്തിൽ അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പെർഫോഴ്സ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ
അതിഭീകരമായ സെറ്റ് ബാക്ക്, പരാജയം കിട്ടും ഉണ്ട്. അത് അവർക്കും അറിയാം, ലീഗിനും അറിയാം. അവിടെ നമ്മൾ നോക്കിക്കൊള്ളൂ, കുഞ്ഞാലിക്കുട്ടി തോറ്റിട്ടില്ലേ, ഇ.ടി. മുഹമ്മദ് ബഷീർ തോറ്റിട്ടില്ലേ, അങ്ങനെ ഡോക്ടർ മുനീർ തോറ്റില്ലേ. അപ്പോൾ അവിടെ നിന്നും അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ഈ പിണറായി വിജയനും ശ്രീ വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു അവിടെ വർഗീയത പറഞ്ഞപ്പോൾ അവിടെ മുസ്ലിങ്ങളാണ് പോപ്പുലേഷൻ. ഇല്ല, കേരളത്തിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ ഹിന്ദുത്വം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മലപ്പുറത്താണ്. മലപ്പുറം ജില്ലയിൽ 2ാം സ്ഥാനം ഹിന്ദുക്കൾക്കാണ്. അവിടെ നിന്ന് അവരുടെ വോട്ടില്ലാതെ അവർ ജയിക്കൂ, ലീഗുകാർ മാത്രം വിചാരിച്ചു. 1% തികച്ച് ക്രിസ്ത്യാനികളില്ല. നമ്മൾ കമ്മ്യൂണൽ കാര്യം പറയുമ്പോൾ ഇക്വേഷൻ 1% പോലും അവിടെ ക്രിസ്ത്യാനികളില്ല. അവിടെയാണ് ജോയി ജയിച്ചിരിക്കുന്നത്, ആലോചിക്കണം. ജോയി ജയിച്ചിരിക്കുന്നത് ആലോചിക്കണം. അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ ലീഗിൻ്റെ പ്രബലന്മാരെ തോറ്റിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സെക്കുലറിസത്തെക്കുറിച്ച് ആറ്റിറ്റ്യൂഡ് ഒന്ന് മനസ്സിലാക്കും. ഓക്കെ ഓക്കെ. അല്ല, അത് നമ്മളത് പറയണം. നമ്മളത് പറയുമ്പോൾ ഇത് ബോധപൂർവം ലിയോ ഇത് ആവശ്യപ്പെട്ട് ബോധപൂർവം പറഞ്ഞതുമല്ല. എൻ്റെ മനസ്സിൽ ഇത് ഉണ്ടായിരുന്നു, ഇതിന് വേണ്ടി ഇവിടെ വരുമ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ പറയാമെന്ന് വെച്ചതല്ല. ഞാൻ ലിയോയുടെ ചോദ്യത്തിന് ഞാൻ റിക്കളക്ട് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. ഇതാണ് ചരിത്രം. അതെ, ഈ കേരളത്തിലെ ഒരു സമുദായവും സാമുദായികം ഞങ്ങൾ മിടുക്കരാണെന്ന് പറഞ്ഞ ആ ഒരു സമുദായക്കാരൻ പറഞ്ഞിട്ട് അത് നടക്കില്ല. അത് നടക്കില്ല ഇവിടെ. കാരണം എല്ലാ 3 പ്രബല സമുദായങ്ങളും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം, ഇത്തരം ഒരു ഐക്യമുള്ളൊരു സമൂഹം കേരളത്തിലല്ലാതെ മറ്റെങ്ങുമില്ല. അതിൻ്റെ വിജയമാണ് ഇവിടെ ഈ കാണുന്നത്. ഓക്കെ. അല്ല, അത്തരത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞത് വി.ഡി. സതീശൻ അത്തരത്തിലൊരു നിലപാട് തുടരണം. ഓക്കെ, അതിൽ താക്കീത് കൊടുത്തു, മെസ്സേജ് കൊടുത്തു, ദാറ്റ്സ് ഗ്രേറ്റ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. തന്നെയാണ്. ആരെയും കയറഴിച്ച് വിടുന്ന ഒരു നിലപാടുണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും മാതൃകാപരമായി. വേറൊന്നുകൂടെ ഉണ്ട് ഈ ലിയോയുടെ ഈ ചോദ്യത്തിനകത്ത്. വേറൊരു കാര്യം കൊണ്ടുണ്ട്. എവിടെയാണ് ലീഗിൻ്റെ എക്സിജൻസീസ് ഉണ്ടായിട്ടുള്ളത്? എക്സസീവ് ആയിട്ടുള്ള പവർ ഇംപ്ലൈ ചെയ്ത ഏതെങ്കിലും ഒരു കാലഘട്ടം ഒരു 70-77 മുതൽ മുന്നണി സംവിധാനത്തിലുണ്ടല്ലോ. അവരൊരിക്കലും അവരുടേതായ തോന്നിയാസം നടത്തിയിട്ടില്ലല്ലോ. അവർ എപ്പോഴും കോൺഗ്രസിന് എബൈഡിങ് ആയിട്ട്, ആ മുന്നണി സംവിധാനത്തിന് എബൈഡിങ് ആയിട്ടുള്ള ഇതിലേ നിന്നിട്ടുള്ളൂ. അങ്ങനെ നിന്നിട്ടുള്ളൂ. അവർ കഴിഞ്ഞ തവണ 5ാം മന്ത്രിസ്ഥാനം ചോദിച്ചത് തന്നെ അവർ അഷെയിംഡാണ്. ഇപ്പോൾ അവരത് റിഗ്രറ്റ് ചെയ്യുന്നു, അത് വേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെ. അപ്പോൾ അവർക്ക് അതിൽ ഒരു കുറ്റബോധമുണ്ട്. കാരണം അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടു. കാരണം അത്രയധികം വിമർശനം ഏറ്റു. ലീഗിന് അത്രയധികം വിമർശനം ഏൽക്കേണ്ടി വന്നു. മഞ്ഞനാംകുഴി അലിയെ കൂടെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ സാക്ഷാൽ ഡോക്ടർ മുനീറിൻ്റെ പോർട്ട്ഫോളിയോ 2ആക്കി മഞ്ഞനാംകുഴി അലിയെ കൂടെ ഒരു ക്യാബിനറ്റ് മന്ത്രിയാക്കി. അതാണ് ചെയ്തത്. അല്ല പ്രത്യേകിച്ചൊന്നും ഔദാര്യമൊന്നും ചെയ്തു കൊടുത്തില്ല. ശ്രീ ഉമ്മൻചാണ്ടി പോലുള്ള ചാണക്യന്മാരുടെ മുന്നിൽ ഈ ലീഗൽ ഇനി ആര് വന്നാലും അത് നടക്കില്ല. അത് തന്നെ ഇവിടെ ഈ സതീശനും അതേ നയമായിരിക്കും ഉണ്ടാക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ സതീശൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. സതീശനിലും അത്തരത്തിലുള്ള അങ്ങനെയുള്ള ഒരു അതിക്രമങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ആളല്ല. പുള്ളി ആ നയത്തിൽ ഉറച്ചു നിൽക്കും. ഓക്കെ. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ഈ സാഹചര്യം റീഡ് ചെയ്യാനുള്ള കഴിവ് അതും അപാരമാണെന്ന് തോന്നുന്നു. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ അദ്ദേഹം പറയുന്നു 100+. അതിനുശേഷം ചില UDF നേതാക്കളെങ്കിലും ഒരല്പം ഒന്ന് അവരുടെ ഒരു കോൺഫിഡൻസിന് ഒരു ഇടിവ് തട്ടിയോ എന്ന് തോന്നി. ഒരു 80-85 എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ അപ്പോഴും വി.ഡി. സതീശൻ പറഞ്ഞു 100+. അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകും, അത്രയും കിട്ടിയില്ലെങ്കിൽ എന്ന് പോലും പറയുവാനുള്ള ധൈര്യം കാണിച്ചു. അത് ചലഞ്ചാണ്. അതൊരു ചലഞ്ച് അതിങ്ങനെ നമ്മുടെ മാധ്യമപ്രവർത്തകരും മറ്റുമൊക്കെ ചലഞ്ച് ചെയ്തു. അങ്ങനെയെങ്കിൽ നിങ്ങൾ അത് കിട്ടിയില്ലെങ്കിൽ താങ്കൾ വനവാസത്തിന് പോകാം ചോദിക്കുന്നത്. ഈ ആളുകളെ ഗട്ടറിലിടുന്ന നമ്മുടെ ഒരു രീതിയുണ്ടല്ലോ. അതെ. നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ വക്ര ചിന്തകളും ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ, അതുപയോഗിച്ച് പുള്ളിയെ പെടുത്തിയതാണ്. പക്ഷേ പുള്ളിയുടെ നിലപാടുകളും പുള്ളിക്ക് സംസ്ഥാനത്തോടുള്ള ജനത്തോടുള്ള കാഴ്ചപ്പാടും കണ്ടിട്ടാണ് അദ്ദേഹത്തിന് 100+ പറയുകയും 100+ തന്നെ കിട്ടുകയും ചെയ്തു. എനിക്കൊന്ന് അദ്ദേഹം കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് അത് പറഞ്ഞത്. കൃത്യമായിട്ട് പഠിച്ചത്. അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കഴിഞ്ഞ 3-4 തവണ നിലമ്പൂർ ഉൾപ്പെടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം പറഞ്ഞ ഭൂരിപക്ഷം അത് കൂടുതൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ശ്രീമതി ഉമാ തോമസിൻ്റെ ഉപതെരഞ്ഞെടുപ്പിലും അത് പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും അത് പറഞ്ഞിരുന്നു. അതെല്ലാം അതുപോലെ സംഭവിച്ചു. പഠിക്കുകയാണ് പുള്ളി. കൃത്യമായിട്ട് അവിടെ സന്ദർശിച്ച് അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് വൈബ് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയുന്നത്. ചുമ്മാ പറയുന്നതല്ല, വെറുതെ റൂമിലിരുന്ന് പറയുന്നതല്ല. കൃത്യമായി അവിടെ ടീമുകളെ നിയോഗിച്ച് തന്നെ അദ്ദേഹം പഠിച്ചു. അപ്പോൾ അത് കൃത്യമായി അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അത് ആവശ്യമാണ്. ആ പഠനം നടത്തി കൃത്യമായി വർക്ക് ചെയ്തു. നമ്മൾ അങ്ങനെ ഒരു നേതാവിനെ കാണുന്നത് പുള്ളിയിലാണ്. മുമ്പ് ശ്രീ ലീഡർ കെ കരുണാകരന് അദ്ദേഹം എവിടെ ഇരുന്നാലും അദ്ദേഹത്തിന് ആളുകളുണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ. ശ്രീ ഉമ്മൻചാണ്ടിക്ക് അതുപോലെ എവിടെ ഇരുന്നാലും ആളുകളുണ്ട് അത്ര റിപ്പോർട്ട് കൊടുക്കാൻ. പിന്നെ എ.കെ. ആന്റണിയുടെ സഹജമായ വ്യക്തി സ്വഭാവം കൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊന്നും കാണില്ലെങ്കിലും അദ്ദേഹത്തിന് ചില
മുൻതൂക്കങ്ങൾ പലയിടത്തുനിന്നും സപ്പോർട്ടും പിന്തുണയൊക്കെ കിട്ടിയിരുന്നു. വി ഡി സതീശനെ സംബന്ധിച്ച് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സ്വയം പഠിക്കുന്നതാണ്. വേറെ ഏജൻസിനെ വെച്ചല്ല ചെയ്യുന്നത്. പുള്ളി ഹിസ് ഓൺ പോയി ചെന്ന് കണ്ട് പഠിച്ച് പറയുന്ന ആളാണ്. അപ്പോൾ ആ ഒരു നേതൃത്വം ഈ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ. പിന്നെ വേറൊന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്, വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമാണ്, നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രിയല്ല എങ്കിൽ താൻ ക്യാബിനറ്റിലേക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ ഇന്നലെ തന്നെ എല്ലായിടത്തും കൊല്ലത്തും എറണാകുളത്തും ഒക്കെ നടന്നു, തൃശ്ശൂരും ഒക്കെ നടന്നു, പന്തംകുളത്ത് പ്രകടനം ഒക്കെ നടന്നു. ഉച്ചയ്ക്ക് മുതൽ ഞാൻ പറയട്ടെ, ഒറ്റ വാക്കിൽ പറയാം, KC ഗോ ബാക്ക് എന്ന് പറയുന്നതാണ് നല്ലത്. KCക്ക് നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാളാണ്, ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക. അദ്ദേഹത്തിന് കുറച്ചുകൂടെ അക്സെപ്റ്റൻസും അദ്ദേഹത്തിന് കുറച്ചുകൂടെ നന്മയുള്ളൊരു നേതാവാണ്, നല്ല നേതാവാണെന്ന് പറയാനുള്ളൊരു അവസരം ഇതാണ്. ഞാൻ മത്സരിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയണം. എനിക്ക് വേണ്ടി ആരും അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് അദ്ദേഹം കെ സുധാകരനെ കൊണ്ട് പറയിച്ചിരിക്കുകയാണ്. കെ സുധാകരനാണെങ്കിൽ അവിടെ ചെന്ന് ആഴ്ചകൾ ചെന്ന് കിടന്നു ഹൈക്കമാൻഡിൻ്റെ അടുത്ത് മുഖ്യമന്ത്രിയാകണമെന്ന്, MP-മാരെ. പക്ഷേ അവിടെ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തു, MP-മാരും മത്സരിക്കുന്നില്ല. ഓക്കെ. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വെച്ചതാണ്. പറഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ച് കറങ്ങി. എന്നാൽ പിന്നെ നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയം തന്നെ കോൺഗ്രസിനെയും UDF-ൻ്റെയും മുന്നണി സംവിധാനം തന്നെ തകർത്ത് കളയാന്നുള്ളൊരു രീതിയിലാണ് KCയുടെ പേര് പറയുന്നത്. ഓക്കെ. KC സതുദ്ദേശപരമല്ല, സതുദ്ദേശപരമൊന്നുമല്ല, തകർക്കുക എന്നുള്ളതാണ്. എനിക്കല്ലെങ്കിൽ വേണ്ട. പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്യുമോ? അത്രയും മുതിർന്ന അങ്ങനെയാണല്ലോ ചെയ്തിരിക്കുന്നത്. ഈ KC എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ ഈ കെ സുധാകരനെ കൊണ്ട് കെ സുധാകരനാണല്ലോ ഈ സന്ദർഭം പറഞ്ഞപ്പോഴേ പറയണ്ടേ, എനിക്ക് ഇവിടെ ആവശ്യത്തിലധികം ഉത്തരവാദിത്വമുണ്ട്, പാർട്ടി എനിക്ക് അംഗീകാരം തന്നിട്ടുണ്ട്, ഞാൻ അവിടെ നിന്നോളാം എന്ന് അങ്ങനെ പറഞ്ഞാൽ, കാരണം ഒരു പോളിസി വരുമ്പോൾ ഇവിടുന്ന് 18 MP-മാർക്കും അവകാശമില്ല. എല്ലാവർക്കും ഒരേ പോളിസിയാണല്ലോ. എനിക്ക് മുഖ്യമന്ത്രിയാണെന്ന് നമുക്ക് അദ്ദേഹത്തിന് പറഞ്ഞൂടെ, നമ്മുടെ ശശി തരൂരിന് പറഞ്ഞൂടെ? പക്ഷേ KCയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് കൂടുതൽ MLA-മാർ KCയാണ്. അത് നോൺസെൻസിക്കലാണ്. അതിൻ്റെ കാരണം എന്തെന്നറിയോ? ഈ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയകാര്യ സമിതി ജനറൽ സെക്രട്ടറിക്ക് ഈ MLA-മാർക്കും പാർട്ടി പ്രവർത്തകർക്കും സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ സ്ഥാനമാനങ്ങൾ കൊടുക്കട്ടെ, അതല്ലേ അയാൾ ചെയ്യേണ്ടത്. ഈ മുന്നണി സംവിധാനം ഇത് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയണം. ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, VD സതീശൻ ഇല്ലാതെ -VD സതീശൻ ഒരു ക്യാബിനറ്റ് ഈ പറഞ്ഞ മുന്നണി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി രൂപീകരിച്ചാൽ ഇത് അന്ത്യം ആണ്. കേരളത്തിലും കോൺഗ്രസിൻ്റെ അന്ത്യമാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടായതുപോലെ വേറെ എങ്ങുമല്ല. പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഗോവയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ശക്തമായിരുന്ന സ്ഥലമാണ്. അവിടെ അതിൽ കൂടുതൽ പേരുണ്ടായിരുന്നത് നസ്രാണികളാണ്, ക്രിസ്ത്യാനികളാണ്. ആ ക്രിസ്ത്യാനികളെല്ലാം എന്തായി? എല്ലാം BJP വോട്ട് ചെയ്യുന്നു. തുടരെ അവർ BJP ജയിച്ചോണ്ട് 2ാം തവണയാണ് നടക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? അന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കൺസ്യൂമറ്റ് ഇവരായിരുന്നു, കറപ്റ്റായിരുന്നു. ഗോവയിലുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കറപ്റ്റായിരുന്നു. അവരെല്ലാം അമിത്ഷായുടെ ED റെയ്ഡും മറ്റുമൊക്കെ വെച്ച് പേടിപ്പിച്ച് അവരെല്ലാം BJP ആയില്ലേ? ആ ഒരു സംഭവം ഉണ്ടായി. ഇതേ സംഭവം കർണാടകത്തിൽ സംഭവിച്ചു. കർണാടകത്തിലും വന്നില്ലേ? കർണാടകത്തിലും BJP ഭരിച്ചില്ലേ? ജനതാദൾ ഭരിച്ചില്ലേ? എന്നിട്ട് എങ്ങനെ തിരിച്ചു വന്നു? അവിടുത്തെ ഭാഷാ ന്യൂനപക്ഷങ്ങളും സാമുദായിക ന്യൂനപക്ഷങ്ങളും ഏകീകരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ BJPക്കെതിരെ ഉണ്ടായിരുന്ന എല്ലാ പിന്തുണയും മാറിയിട്ട് ഇപ്പോൾ അവിടെ സിദ്ധരാമയ്യ ഭരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിവിടെ സംഭവിക്കും. ഇവിടെ എന്തുകൊണ്ട് സംഭവിച്ചു? ഇവിടെ ഇങ്ങനെ ഒരു കാര്യമല്ല. നമ്മൾ ഈ CPM-മാരെ കുറിച്ച് പറയുന്നില്ലേ, പാടത്ത് പണിയും വരമ്പത്ത് കൂലിയോ എന്ന് പറയുന്നില്ലേ? പാടത്ത് പണിയെടുത്തവൻ കൊയ്യട്ടെ, അതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ KC മുഖ്യമന്ത്രിയാവും. KC ഗോ ബാക്ക് അദ്ദേഹത്തിന് KC ഗോ ബാക്ക് എന്ന് പറയുന്നതിന് കാരണം, KC ഗോ ബാക്ക് ആയാൽ KCക്ക് കുറച്ചുകൂടി നന്മയുണ്ടാകും, കുറച്ചുകൂടെ ബഹുമാനം കിട്ടും, ആദരവുണ്ടാകും, നേതൃത്വത്തിൽ നേതാവ് എന്നുള്ളതിനുള്ള അക്സെപ്റ്റൻസ് കൂടത്തേ ഉള്ളേ. അല്ലാതെ അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയണമായിരുന്നു മത്സരിക്കരുതായിരുന്നു, അല്ലെങ്കിൽ ലോക്സഭ ഇതിൽ മത്സരിക്കരുതായിരുന്നു. അപ്പോഴും അയാളുടെ രാജ്യസഭാ അംഗത്വം തീർന്നിട്ടില്ലായിരുന്നു. അദ്ദേഹം പറയണമായിരുന്നു, ഞാൻ മത്സരിക്കുന്നില്ല, എനിക്ക് മുഖ്യമന്ത്രിയാണ്, ഞാൻ കേരളത്തിൽ നിൽക്കും. കാരണം അദ്ദേഹം ഇതിൻ്റെ ഹൈക്കമാൻഡിൻ്റെ ഭാഗമല്ലേ, അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ. ഇപ്പോഴാണോ അത് പറയുന്നത്? വേറൊരാൾ ഇങ്ങനെ ജീവൻ മരണ പോരാട്ടം നടത്തിയിട്ട് തരിപ്പണമായ ഒരു മുന്നണിയെ ഇത്രയും ഉജ്ജ്വല വിജയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇനി അതിൻ്റെ നേട്ടം കൊയ്യാൻ ഞാനാകാം.
അല്ല അത് ശരിയാണ്. അത് ശരി, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഈ കഴിഞ്ഞ ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ജയിക്കുമ്പോഴും എൻ്റെ മനസ്സിലെന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ സമാന ചിന്താഗതിക്കാരുടെ എല്ലാം മനസ്സിലെന്താണ്, ഓക്കെ ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും, അപ്പോൾ എല്ലാ ഫോഴ്സും അവിടെ ഉപയോഗിച്ചു. പക്ഷേ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്രയും ഇഫക്റ്റീവായി അവർക്ക് ഇടപെടാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലൊക്കെ വരുന്നത്. പക്ഷേ ഇത് 102 എന്നുള്ള ഈ വലിയ thumping- അതിൻ്റെ കാരണം അതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയ്ക്ക് ഭരണപക്ഷത്തിൻ്റെ പാളിച്ചകളെയും ഭരണപക്ഷത്തിൻ്റെ നയങ്ങളെയും ഇത്രയും വെഹിമൻ്റായിട്ട് വിമർശിച്ച് മുന്നോട്ട് പോയി ജനങ്ങളുടെ ഇടയിൽ അത് എത്തിച്ചു. പൊളിറ്റിക്സും ആ രാഷ്ട്രീയം എത്തിച്ചു. ഭരണപക്ഷത്തിൻ്റെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDFൻ്റെ പാളിച്ചകളും അവരുടെ നയങ്ങളും എല്ലാം തെറ്റാണ് എന്നുള്ളിടത്ത് ഉറക്കെ പറഞ്ഞ് സ്ഥാപിച്ചെടുത്ത് ആളുകളെ ബോധ്യപ്പെടുത്തി. അതൊന്ന്. രണ്ട്, അദ്ദേഹത്തിന് കേരളത്തിനെക്കുറിച്ച് സംസ്ഥാനത്തെക്കുറിച്ചുള്ള വികസന കാഴ്ചപ്പാടിനെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തി. നമ്മളാരും അറിഞ്ഞില്ലല്ലോ അദ്ദേഹം സെമിനാറുകൾ വിളിക്കുന്നതായിട്ട്. പക്ഷെ അദ്ദേഹം ഇതൊക്കെ കൊണ്ടായിരിക്കണം. കാരണം ഓക്കെ KC വേണുഗോപാൽ എന്ന നേതാവിനെ ആരും തള്ളിപ്പറയുന്നില്ല, പക്ഷേ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയാകുന്നതിനെയാണ് ആൾക്കാർ കേരളത്തിൽ KC വേണുഗോപാലിനെ ജനത്തിന് വേണ്ട. നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. CPIക്ക് അംഗീകാരം കൊടുത്തതാരാണ്? കോൺഗ്രസ്. CPIക്ക് എം ഗോവിന്ദൻ നായർക്കും നമ്മുടെ കഴിഞ്ഞ തവണ VD സതീശൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന നമ്മുടെ PKVക്കും മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താരാ? കോൺഗ്രസ് അല്ലേ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത്. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല. അന്ന് എനിക്ക് തോന്നുന്നു 1969 അല്ലേ, 1967 ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. 69 വരുമ്പോൾ അന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നു, ഒരു മുന്നണി ഉണ്ടാക്കുന്നു, സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി. K. കരുണാകരൻ മാറി ആഭ്യന്തര മന്ത്രിയാവുന്നു, മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇപ്പം ഇല്ല. ഈ 102 സീറ്റിൽ 63 സീറ്റ് നല്ല മൃഗീയ ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ് കോൺഗ്രസ്. അതെ, കോൺഗ്രസ്സിന് ഒരു കാരണവശാലും ഒരു ഘടകകക്ഷികളോടും ഒന്നും അങ്ങനെ ഒരു സോറി ഫിഗറായിട്ട് നിന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് മുന്നണി സംവിധാനത്ത് പാലിക്കുന്ന മര്യാദകളനുസരിച്ച് ലീഗിൻ്റെയും RSPയുടെയും CP ജോൺ ഉൾപ്പെടുന്ന CMB പോലുള്ള അവരെല്ലാവരും ഒരുമിച്ച് നിർത്താനുള്ള കാര്യമല്ലേ ഉള്ളൂ. ഇതിനകത്തൊക്കെ യഥാർത്ഥത്തിൽ KC ഇറങ്ങി വന്ന് ഇവരെല്ലാം ഒന്നിച്ച് കൊണ്ടുവന്ന് നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്, നമുക്ക് നന്നായിട്ട് പോകാം എന്ന് പറയാൻ വേണ്ടി വന്നൊരു ലീഡറാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ മുഖ്യമന്ത്രിയാകാം, നിങ്ങൾ തന്നെ അത് അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനമുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ല സ്ഥാനമല്ലേ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാക്കിയില്ലേ. ഇപ്പോൾ അത് കഴിഞ്ഞ 4 ദിവസത്തിന് മുമ്പാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാക്കിയത്. എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വലൻ ടു ഒപ്പോസിഷൻ ലീഡർ ഇൻ പാർലമെൻറ്റ്. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് അയാൾ ഇവിടെ വന്ന് എന്താ എടുക്കാൻ? ഇത് വെറുതെ ഇത് നശിപ്പിക്കാനാണ്, ഈ പാർട്ടിയെ നശിപ്പിക്കാൻ. ഞാൻ അതുകൊണ്ടാണ് ഗോവയുടെ കാര്യം കർണാടകത്തിൻ്റെ കാര്യവും പറഞ്ഞത്. കർണാടകത്തിൽ തിരിച്ചു വന്നതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളും ഭാഷാന്യൂനപക്ഷങ്ങളുടെയും തീരുമാനമാണ് കോൺഗ്രസ് തിരിച്ചു വന്നത്. കേരളത്തിൽ അത് ഉണ്ടാവില്ല. ഇപ്പം തന്നെ CPMൻ്റെ LDFൻ്റെ കീഴിൽ നിന്ന് 3 സീറ്റ് അവർ എടുത്തു കഴിഞ്ഞു. 5 വർഷം കഴിയുമ്പോഴേ അത് 15 സീറ്റാക്കാൻ അവർക്ക് എളുപ്പമാണ്. KC പോലുള്ളവരുണ്ടെങ്കിൽ. അവർക്കുമല്ല അങ്ങനെ സ്വാധീനിക്കാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ടാണല്ലോ VD സതീശനെതിരെ ഈ MLAമാർ വോട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ KC അവിടെ ഇരുന്നിട്ട് ഞാൻ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗമാണ്, MLAമാരെ ഭീഷണിപ്പെടുത്താം, അങ്ങനെയൊക്കെ നടത്തുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ മുന്നണിയെ തകർക്കാനാണ്, ഈ സാഹചര്യം തകർക്കാനാണ്. ഇപ്പോൾ 27 സീറ്റിൽ മത്സരിച്ച ലീഗ് 25 സീറ്റിൽ ജയിച്ചില്ലേ, 4 3 ജയിച്ചില്ലേ RSP ഷിബു ബേബി ജോൺ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? ഇതൊക്കെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ലീഡിങ് അതുണ്ടല്ലോ, ലീഡിങ് കക്ഷി, ഒരു മുന്നണി സംവിധാനത്തിൽ ലീഡിങ് കക്ഷിയുടെ അതാണ് പ്രസരിപ്പാണ്, അവരുടെ ആശയങ്ങളാണ്, അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രോഗ്രസീവ് ചിന്തകളാണ് ഈ ഓരോ മുന്നണി ഏത് സമയത്തും ജയിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കോ, ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാലക്കാട് മലപ്പുറത്തെങ്ങാണ്ടോ CPMൻ്റെ ഓഫീസിലേക്ക് ആരോ തുറച്ചു നോക്കിയെന്ന് പറഞ്ഞവർ പന്തം കൊളുത്തി പ്രകടനം നടത്തി തുടങ്ങിക്കഴിഞ്ഞവർ. ഇനിയിപ്പോൾ അവർക്കിവിടെ തിരുവനന്തപുരത്ത് നമുക്കൊക്കെ ജീവിക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. അവർ കഷ്ടിച്ച് 35-3 അല്ല ഇടതുപക്ഷവും അവരുടെ കൂടെയുള്ള അവരുടെ വലം കൈയായിട്ടുള്ള അവരുടെ നന്മ കൊണ്ട് 3 സീറ്റ് RS സംഘപരിവാർക്ക് കിട്ടിയില്ലേ. അതും കൂടെ ആകുമ്പോൾ ഇവിടെ കുട്ടിച്ചോറാകാൻ ഇനി പ്രശ്നമൊന്നും വേറെ ഒന്നും വേണ്ട അധികം. പക്ഷേ അവരുടെ നന്മ കൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? കാരണം ഈ നമ്മൾ നോക്കുമ്പോൾ സിറ്റിംഗ് സീറ്റാണ് പോയത്, LDFൻ്റെ സിറ്റിംഗ് സീറ്റാണ് പോയത്. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. നേമവും കഴക്കൂട്ടത്തും സിറ്റിംഗ് സീറ്റുകളിലല്ലേ പോയത്. ഇത് ഒരു കോൺഗ്രസിൻ്റെ സീറ്റാണ് പോയെന്നുണ്ടെങ്കിൽ ഇവർ ആക്ഷേപിക്കില്ലേ തിരിച്ച്?
അങ്ങനെ നമുക്ക് ആക്ഷേപിക്കാൻ പറ്റുമോ? അങ്ങനെയല്ലേ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. രാഷ്ട്രീയം പറയുന്നത് ഇപ്പോഴും CPM എന്താ പറയുന്നത്, എത്ര വോട്ട് ആർക്കൊക്കെ കൂടുതൽ കിട്ടി, അതാണ് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. ഈ 5 വർഷം ഇത് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അല്ല, മഞ്ചേശ്വരത്ത് CPM-ൻ്റെ വോട്ട് പോയത് UDF-ലേക്കാണ്. അല്ല അത് അന്ന് അവിടെ ഇപ്പോഴും അങ്ങനെ അതിന് ഞാൻ പറഞ്ഞില്ല, ഇവിടെ കൺസ്യൂമേറ്റ് കമ്മ്യൂണലിസം വർക്ക് ചെയ്യില്ല. ഇവിടെ പൂർണ്ണമായും ഒരു ജാതീയത വർഗീയത ഇവിടെ നടക്കില്ല. കേരളത്തിൽ ജാതീയത വർക്ക് ചെയ്യില്ല. അല്ല, ആ മഞ്ചേശ്വരത്ത് അത് പറയുമ്പോൾ നമ്മൾ ആ ജോയിയുടെ കാര്യം കൂടെ പറയണം. മലപ്പുറത്ത് 1% പോലും ക്രിസ്ത്യാനികളില്ലാത്ത മലപ്പുറത്ത്. അല്ല, ഞാൻ പറഞ്ഞത് ഒരു പാർട്ടിയുടെ വോട്ട് മറ്റു പാർട്ടിക്ക് പോയി, അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ ഈ വോട്ട് മറ്റു ക്രോസ് മുന്നണിയിലേക്ക് വോട്ടിങ് പോയി. പണ്ടുമുണ്ട് കേരള ചരിത്രത്തിൽ. BJP-ക്കെതിരെ, സംഘപരിവാറിനെതിരെ CPM-ഉം കോൺഗ്രസും ക്രോസ് വോട്ടിങ് ചെയ്തിട്ടുണ്ട്. പല MLA-മാരും പലയിടത്തും പലപ്പോഴും പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് തർക്കിക്കുന്നില്ല, അതിപ്പോഴും ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഇനി അനുവദിച്ചാൽ ഞാനൊരു 30 വർഷത്തിന് ശേഷമേ ഈ RSS സംഘപരിവാർ സംഘടനകൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രബല ശക്തിയാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോഴത്തെ പോക്ക് പോയാൽ അത് 15 വർഷത്തിൽ അവർ സാധ്യമാക്കും. അല്ല, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് നാൾ കോൺഗ്രസ് ഗ്രൂപ്പ് കളി ഉണ്ടായിരുന്നില്ല. ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ ഇല്ല. അവിടെയാണ് സമ്മതിക്കേണ്ടത്. സതീശൻ്റെ പരാജയം അതാണ്. സതീശൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല. സതീശൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല, ഗ്രൂപ്പിനെ എൻകറേജ് ചെയ്തിട്ടില്ല. ഗ്രൂപ്പിന് അതീതമായിട്ട് നല്ലൊരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ശരിയായ ഒരു നേതാവിൻ്റെ ശരീരഭാഷയും ബുദ്ധിപരമായിട്ടുള്ളതും കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ നേട്ടം. ഓക്കെ. ഇനി ഈ KC ഗോബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം നടപ്പിലാക്കിയാൽ തന്നെ ഇവിടെ പ്രശ്നം തീർന്നു. പിന്നെ നമുക്ക് രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു വലിയൊരു ഇവിടെ പ്രസ്ഥാനം തകർക്കും എന്നുള്ളതൊന്നും പറയുന്നില്ല. പുള്ളി ആകെ പറയുന്നത് എനിക്ക് സീനിയോറിറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതെ, ഞാൻ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കന്മാരോട്, സമുന്നത നേതാക്കന്മാർ 1-2 പേരോട് സംസാരിച്ചതിൽ മനസ്സിലാക്കിയത് രമേശിൻ്റെ കാലത്താണല്ലോ CPM-ന് തുടർഭരണം കിട്ടിയത്. അദ്ദേഹക്കൊരു ടൈൻറ്റഡ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ബ്ലാക്ക് മാർക്കാണത്. ഓക്കെ, അതവിടെ നിൽക്കുകയാണ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് സീനിയോറിറ്റി ഉണ്ട്. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയാണ് താല്പര്യം കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ PD സതീശൻ ചിലപ്പോൾ എതിർക്കില്ല. ഒരു സഹമുഖ്യമന്ത്രി ഡെപ്യൂട്ടി CM ആയിട്ടിരിക്കാൻ പുള്ളിക്ക് നാണക്കേടൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളിക്ക് നാണക്കേടില്ല. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ കൂടെ ലീഡറാണ്. ഈ ഇടയ്ക്ക് പുള്ളി പറയുകയും ചെയ്തത് രമേശ് ചെന്നിത്തല എൻ്റെയും ലീഡറാണ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കർണാടകത്തിലെ ഫോർമുല ഇവിടെ നടപ്പിലാക്കാമല്ലോ. PD സതീശനെ പോലെ ഈ പറഞ്ഞ താങ്കൾ ഓർമ്മിപ്പിച്ചതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ വരെ പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന് ഡെപ്യൂട്ടി CM വിത്ത് ഫിനാൻസ് കൊടുത്താൽ തന്നെ ഹി വിൽ ബി കണ്ടന്റ്. പുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കേരളത്തിലെ DK ശിവകുമാറായി ആകാം, കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. പിന്നെ അവിടെ സിദ്ധരാമയ്യ മാറിയില്ല. കാരണം അദ്ദേഹത്തിന് ഇനി രാഷ്ട്രീയത്തിലല്ല ജീവിതത്തിൽ പറ്റൊന്നുമില്ല. എല്ലാം കഴിഞ്ഞിരിക്കുകയല്ലേ, പ്രായം തന്നെ എക്സീഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അയാൾ അവിടെ ഇരിക്കുന്നത്. അത് പിന്നെ പാർട്ടി അംഗീകരിച്ചു കൊടുത്തു. അത് ശിവകുമാറിനും ബോധ്യമുള്ളതുകൊണ്ടാണ് അത് അവിടെ പോകുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് അത്ര വയ്യായ്മകളൊന്നും ഇല്ലെങ്കിലും പാർട്ടിയിൽ സീനിയോറിറ്റി ഉണ്ട്. AICC മെമ്പറാണ് പണ്ട്. അല്ല, അദ്ദേഹം ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായമുള്ളത്, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ആസ് എ ഒപ്പോസിഷൻ ലീഡർ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൊണ്ടുവന്ന എല്ലാ അതായത് വിത്ത് പ്രൂഫാണ് അദ്ദേഹം കൊണ്ടുവന്ന എല്ലാ ഇഷ്യൂസും കോടതിയിൽ കൊണ്ടുവന്ന് അദ്ദേഹം വിജയിച്ചു. അതായത് അതിനനുസരിച്ചുള്ള സോഴ്സ് ഉണ്ട് എന്ന് അന്ന് നമുക്ക് മനസ്സിലാക്കി. ഇപ്പോഴും ആ സോഴ്സുകളുണ്ട്. പക്ഷേ എനിക്ക് അന്ന് വ്യക്തിപരമായി തന്നെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ തന്നെ ഈ കോൺഗ്രസ് എന്ത് കളിയാണ് കളിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന്. എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതല്ലായിരുന്നു അന്ന്. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം കാണുന്നത് രമേശ് ചെന്നിത്തലയോ 1-2 നേതാക്കളോ ആയിരുന്നു പത്രസമ്മേളനം നടത്തുന്നു. വേറെ ആരും അത് ഏറ്റെടുക്കുന്നില്ല. അത്തരത്തിലുള്ള അത് ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം അങ്ങനെ തന്നെ. അവർ അന്ന് അത് ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്കൊക്കെ തന്നെ പോയിരുന്നെങ്കിൽ 1ാം പിണറായി സർക്കാർ 2ാം പിണറായി സർക്കാരിലേക്ക് പോയില്ലായിരുന്നു. ഇല്ല, അവിടെ തുടർഭരണം കിട്ടിയതിൻ്റെ പ്രധാന കാരണം ഞാൻ പല വേദികളിലും ഇവിടെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അത് മൈനസ് കോൺഗ്രസ് എന്ന് പറയുന്ന, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന BJP-യുടെ അജണ്ട നടപ്പിലാക്കിയ ആളാണ് ശ്രീ പിണറായി വിജയൻ. പിണറായി വിജയൻ അത് നടപ്പിലാക്കി. അല്ലെങ്കിൽ ഏതെങ്കിലും BJP-ക്കാർ പറയട്ടെ, 15% സ്റ്റേക്ക് ഉണ്ട് അവർക്ക് ഇവിടെ കേരള പൊളിറ്റിക്സിൽ. അവർക്ക് 10% താഴെ കിട്ടിയിട്ടുള്ളൂ. 5% വോട്ട് അവിടെ പോയി. അതാണ് തുടർഭരണം കിട്ടിയത്. അല്ലാതെ കിറ്റും കുറ്റിയുമൊന്നുമല്ല. ആ നന്മ അദ്ദേഹത്തിന് ഇപ്പം കാണിക്കാറുണ്ടല്ലോ. ചൂരൽമലയിലും മുണ്ടക്കയിലും 754 കോടി രൂപ ജനങ്ങൾ കൊടുത്തില്ലേ? അതെടുത്ത് ചിലവാക്കാത്തതേ.
അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് തരട്ടെ അല്ല, ഈ പണം ഇദ്ദേഹത്തിന് സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തതാണോ ജനം സഹാനുഭൂതിയും അനുകമ്പയും കൊണ്ട് കൊടുത്തതല്ലേ സഹജീവികളോടുള്ള, അതെടുത്ത് ചിലവാക്കാത്ത എന്താ? അതെ, അതൊരു പോയിന്റാണ്. അല്ല പിന്നെ എങ്ങനെയാണ് അയാൾ ജയിച്ചതെന്ന്? അദ്ദേഹം കിറ്റ് കൊടുത്തതെന്ന് ജയിച്ചതല്ല, അദ്ദേഹം ഇപ്പോഴും ജയിക്കണമായിരുന്നു ഇതൊക്കെ ചെയ്തെങ്കിൽ. എന്തെങ്കിലും നന്മ അയാൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ജയിക്കണ്ടേ, വീണ്ടും തുടർഭരണം കിട്ടണ്ടേ? അത് നടക്കാതെ പോയ എന്തുകൊണ്ടാണ്? സതീശനെ പോലുള്ളവർ എക്സ്പോസ് ചെയ്തു. സതീശനെ പോലുള്ളവർ പിന്നെ നമ്മൾ ആഴ്ചയിലൊരിക്കലെങ്കിലും ആ പാവങ്ങളുടെ കണ്ണീര് കണ്ടിട്ട് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഈ 754 കോടി രൂപ എവിടെ പോയി? ജനം കൊടുത്തതാണേ. ജനം ലോകവ്യാപകമായിട്ടുള്ള എല്ലാ മലയാളികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ഒരുപാട് ഫണ്ട് കൊടുത്തു. ഈ പണമൊക്കെ എന്ത് ചെയ്യും? ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചു വെച്ചിരിക്കേണ്ടതാണോ? CMDRFൽ പിടിച്ചു വെച്ചിരിക്കേണ്ട കാശാണോ? ഇതിനു വേണ്ടി കൊടുത്തതല്ലേ? അതെ. ഇപ്പോൾ കേരളത്തിൽ ഇനിയും VD സതീശൻ അനുകൂല പ്രകടനങ്ങൾ നടക്കുമെന്നാണ് കേൾക്കുന്നത്. തീർച്ചയായിട്ടും ഈ രാജ്യവ്യാപകമായിട്ട് ഇപ്പോൾ ബോംബെയിലും ഫ്ലെക്സ് ഇറങ്ങി. ഫ്ലെക്സ് ഇറങ്ങി. ഡൽഹിയിലും ബോംബെയിലും ഫ്ലെക്സ് ഇറങ്ങി. അത് കർണാടകത്തിലും ഉണ്ടാകും. അത് കാണാതിരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് സാധിക്കും. കാരണം ഈവൻ രാഹുൽ ഗാന്ധിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ അല്ലെങ്കിൽ ആ ഹാൻഡിലിൽ പോലും 1.5 ലക്ഷത്തിൽ പരം ആളുകൾ VD സതീശന് വേണ്ടിയും എഗൻസ്റ്റ് KC പറഞ്ഞിരിക്കുക. KC കുറിച്ച് നന്മയുള്ള മനുഷ്യനാണെന്ന് ആളുകൾ അംഗീകരിച്ചേനെ, നേതാവാണെന്ന് അംഗീകരിച്ചേനെ. എന്നെ വെറുതെ വിടും, ഞാൻ MP അല്ലേ, ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ടല്ലേ ഉള്ളൂ. ഞാൻ MP അല്ലേ, എനിക്ക് അവിടെ ആവശ്യത്തിലധികം ഉത്തരവാദിത്വം ഉണ്ടല്ലോ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനൊക്കെ ആണല്ലോ, എനിക്ക് ആവശ്യത്തെ ഉത്തരവാദിത്വമുണ്ട്. സുധാകരൻ ദൈവീയ തന്നെ അതിനകത്ത് വലിച്ചഴിക്കരുത്. നമുക്കൊരു നയമുണ്ടല്ലോ, MP മത്സരിക്കുന്നില്ലെന്ന്, പിന്നെ എന്തിനാ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം എന്താ എന്ന് അദ്ദേഹത്തിന് പറഞ്ഞാൽ തീർന്നു, പ്രശ്നമേ ഇല്ലല്ലോ. പിന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ളല്ലേ, അവർ ഈ പറഞ്ഞില്ലേ ജൂനിയർ സീനിയർ എന്നുള്ളതല്ലേ, അവർ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ഫോർമുല ഉണ്ടാകാനുള്ള സാധ്യതയാണ് നല്ലത്, ഏറ്റവും നല്ലത്. അല്ല അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയും ഒരു റൊട്ടേഷൻ ബേസിസിൽ അങ്ങനെ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടായാലും കുഴപ്പമില്ല. ഈ പറഞ്ഞില്ലേ അവിടെ ഇപ്പോൾ കർണാടകത്തിൽ നടക്കുന്ന പോലെ ആകാമല്ലോ. അതെ, ഡെപ്യൂട്ടി CM എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് നിലപാടെടുക്കാമല്ലോ. രമേശ് കുറച്ച് സോഫ്റ്റ് ആണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. രമേശ് കൂടെ സോഫ്റ്റാണ് സതീശനേക്കാൾ. എന്നാലും ഡെപ്യൂട്ടി CM എന്നുള്ള നിലയ്ക്ക് സതീശന് പറയേണ്ട കാര്യങ്ങൾ ശക്തമായി തന്നെ പറയാൻ സാധിക്കും. അദ്ദേഹത്തിന് അങ്ങനൊരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചാൽ അങ്ങനെയൊക്കെ വന്ന പുള്ളി മാന്യനല്ലേ, ചെറുപ്പക്കാരനല്ലേ, അതൊക്കെ അംഗീകരിക്കും. കാരണം പുള്ളി തുറന്നു പറഞ്ഞല്ലേ, എൻ്റെ കൂടെ ലീഡറാണല്ലോ. പക്ഷേ KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് വരരുത്, ഇവിടെ വരരുത്. അദ്ദേഹം വന്ന് എല്ലാവരെയും മുഖം കാണിച്ച് അയാൾക്ക് എല്ലാവരും അഭിനന്ദിച്ച് ബഹുമാനമൊക്കെ മേടിച്ച് ആദരവ് മേടിച്ച് അയാൾ ഡൽഹിക്ക് പോവുക. അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അയാൾ കാണിക്കേണ്ട രാഷ്ട്രീയ പക്വത, മര്യാദ, സംസ്കാരം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അല്ലാതെ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾ വിളിച്ച് MLA എനിക്ക് വോട്ട് ചെയ്യണേ എന്ന് പറയുമ്പോൾ വരണ്ട് നിൽക്കില്ലേ അവർ? കാരണം അവർക്ക് എന്തെങ്കിലും ഒരു പ്ലേസ്മെൻറ്റ് വേണ്ടേ. എല്ലാ കാലത്തും ഒരു MLA ആയിട്ട് തന്നെ ഇരിക്കണമെന്നില്ലല്ലോ. നാളെയും പാർട്ടിയിലൊരു മുന്നേറ്റം വേണമെന്ന്, അധികാരം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസ്സിലുള്ളവൻ അയാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകത്തേ ഉള്ളൂ. അതാണ്. പക്ഷേ ഇവിടെ നമ്മൾ അപ്പോഴും നമുക്ക് പറയാനുള്ളത് VD സതീശൻ്റെ നിലപാട്. CM അല്ലെന്നുണ്ടെങ്കിൽ ക്യാബിനറ്റിലേക്കില്ല, തീർന്നു. അതെന്ന് പറയുന്ന ജനമനസ്സാണ് ഈ പറഞ്ഞത്. അത് പുള്ളി വ്യക്തമായിട്ട് പുള്ളിയുടെ കാര്യമായിട്ട് പറഞ്ഞതല്ല, അത് ജനമനസ്സതാണ്. ഇതെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോണത് ഗോവൈ പോലെ ആകും. അതാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായമാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ എൽ അജിത്ത് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി അല്ല എന്നുണ്ടെങ്കിൽ ക്യാബിനറ്റിലേക്കില്ല, KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരികയാണെങ്കിൽ അതാണ് VD സതീശൻ്റെ നിലപാട്. അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പൊതുജനങ്ങളുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, വലിയ രീതിയിൽ അതിൻ്റെ ശക്തി കൂടുകയും ചെയ്യും എന്നുള്ള സൂചനയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. VD സതീശന് അനുകൂലമായ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊണ്ടില്ല എങ്കിൽ. കാരണം അവർ ചോദിക്കുന്നത് ന്യായമാണ്. ഇത്രയും കഷ്ടപ്പെട്ട് കാര്യങ്ങൾ പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് ഒരു വലിയ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നു. അതും ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നിടത്ത് നിന്നാണ് 102 സീറ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് ചില്ലറ കാര്യമല്ല. അതും പിണറായി വിജയനെ പോലെ
വളരെ ശക്തനായ ഒരു നേതാവ് നയിക്കുന്ന ഇടതുമുന്നണിക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിനുള്ള ഒരു റിവാർഡ്, ഒരു അംഗീകാരം അത് കൊടുക്കേണ്ടത് മാന്യതയല്ലേ എന്നാണ് സാധാരണക്കാർ പോലും ചോദിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം. ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഗോവയിലോ മറ്റു പല സംസ്ഥാനങ്ങളിലോ സംഭവിച്ചതുപോലെ വലിയ തകർച്ചയെ നേരിടേണ്ടി വരും കേരളത്തിലും എന്നുള്ളതാണ്. ചവിട്ടി നിൽക്കാൻ പോലും ഒരു തുരുത്തില്ലാത്ത അവസ്ഥയിലേക്ക് അവർ ആണ്ടുപോകും. ആ ഒരു മുന്നറിയിപ്പാണ് പൊതുസമൂഹം നൽകുന്നത്. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.